ഉണ്ടായേക്കും. ധർമ്മേന്ദ്ര പ്രധാനെയും ഹർദീപ് സിംഗ് പുരിയെയും ഒഴിവാക്കാൻ സാധ്യത. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി പുനഃസംഘടനയ്ക്ക് ശുപാർശ ചെയ്തു. ഏക്നാഥ് ശിവസേനയിൽ നിന്നും NDAയിലേക്ക് ചേക്കേറിയ ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. ശരത് ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, എങ്ങനെയാണ് നീക്കങ്ങൾ? ആരൊക്കെയാണ് പരിഗണനയിൽ? ഇപ്പോൾ നമുക്കറിയുന്ന പോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധമൊക്കെ അതിശക്തമായി പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ പുനഃസംഘടനാ നീക്കങ്ങൾ? സേതുലക്ഷ്മി, അതായത് മൺസൂൺ സമ്മേളനത്തിന് മുമ്പേ തന്നെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിക്കുക എന്നതാണ് BJP നേരത്തെ തന്നെ തീരുമാനിച്ചത്. അതനുസരിച്ച് പ്രധാനമന്ത്രി വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ G7 സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകളുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചാണ് രാഷ്ട്രപതിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിയാലോചന നടത്തിയത്. കാരണം മന്ത്രിസഭാ വികസനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പ്രധാനമായും ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് പരീക്ഷാ ചോർച്ച വളരെ വലിയ വിഷയമായിട്ട് BJPയും അല്ലെ മോഡിയെയും പ്രധാനമന്ത്രിയെയും വേട്ടയാടുന്ന അവസരത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാനെ സംസ്ഥാനത്ത് മാറ്റാനുള്ള ഒരു ആലോചന ഉയർന്നു വന്നത്. അതുമാത്രമല്ല ABVP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ധർമ്മേന്ദ്ര പ്രധാനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. RSSും ഒടുവിൽ കൈവിടുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാനെ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ഫിനാൻസ്, അതായത് പ്രധാന കഴിഞ്ഞ 12 വർഷമായിട്ട് കേന്ദ്ര സർക്കാരിലെ ഫിനാൻസ് മന്ത്രിയായ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനും മാറ്റമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട, കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ മന്ത്രിയായ സ്ഥാനം രാജിവെച്ചിരുന്നു. പകരം കേരളത്തിൽ നിന്ന് അനിൽ ആന്റണി അടക്കമുള്ള പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും മന്ത്രിസഭാ വികസനത്തിൽ കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ UP, അതേപോലെ തന്നെ മഹാരാഷ്ട്ര, അതേപോലെ തന്നെ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യവും കേന്ദ്രമന്ത്രിയെ പ്രാതിനിധ്യവും കൂടുമെന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഏതായാലും കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉടനുണ്ടാകും എന്ന് തന്നെയാണ് BJP വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീലക്ഷ്മി. ഓക്കെ, ശരി ശരത് ലാൽ. ഇപ്പോൾ കേന്ദ്ര